ക്രിസ്തുമസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല കുരുമുളക് ചിക്കൻ കറി അഥവാ പെപ്പർ ചിക്കനും കപ്പ വേവിച്ചതുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പെപ്പർ ചിക്കനും കപ്പ വേവിച്ചതും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന്റെ ലെഗ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ചിക്കനോ അതുപോലെ തന്നെ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ടോ വിങ്സ് മാത്രമായിട്ടോ തൈസ് മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 4 സവോളയാണ്. നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 6-7 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയുമാണ്. ഇനി നമുക്ക് വേണ്ടത് കപ്പയാണ്. ഞാനിവിടെ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെറുതായി കൊത്തി നുറുക്കിയെടുക്കുക. കൊത്തി നുറുക്കിയെടുത്തതിന് ശേഷം ഈ കപ്പ നമ്മൾ നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലോ നിങ്ങൾക്ക് സാധാരണ പാത്രങ്ങളോ വേവിക്കാം. ഏറ്റവും നല്ലത് തുറന്നു വെച്ച് വേവിക്കുന്നതാണ്. കപ്പ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പയ്ക്ക് അരക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയെടുക്കുക, 1 തണ്ട് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, 2 മുളക് അരിഞ്ഞത്, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ നമ്മുടെ സ്റ്റൗവിൽ വെക്കുക. പാൻ ചൂട് വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂട് വരുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ സവോള വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഈ പൊടികളുടെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയുടെ അരപ്പ് ചേർത്ത് കപ്പ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. വെന്തിരിക്കുന്ന കപ്പയിലേക്ക് നമ്മൾ കപ്പയുടെ അരപ്പിന് വേണ്ട സാധനങ്ങൾ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 മിനിറ്റ് നേരം അരപ്പിന്റെ വെള്ളം വറ്റുവാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അങ്ങനെ അരപ്പിന്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഒന്ന് ശരിക്കും ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയായി ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് കപ്പയും ചിക്കനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ നമ്മളെ തൈരും കുറച്ച് തൈര് കൂടുതലും ഇട്ടായിരുന്നു, പിന്നെ കുരുമുളക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. ഈ കപ്പയും നമ്മളിത് രണ്ടോടെ ഇങ്ങനെ മിക്സ് ചെയ്യിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.